ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. +1 സീറ്റ് പ്രതിസന്ധി മലബാറിൽ രൂക്ഷമായി തുടരുകയാണെന്ന് SDPI. ഈ വിഷയത്തിൽ കോഴിക്കോട് ജില്ലയിലെ കുട്ടികളെ സർക്കാർ വഞ്ചിക്കരുതെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം വെടിയണമെന്നും SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് ജില്ലയിൽ ധാരാളം കുട്ടികൾക്ക് സീറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നറിയാൻ വേണ്ടി സാധിച്ചു. അവരിൽ വളരെ കുറച്ച് പേരാണ്, അവരുടെ രക്ഷിതാക്കളുമാണ് ഇവിടെ നിങ്ങളെ മുമ്പാകെ എത്തിയിട്ടുള്ളത്. കണക്കുകൾ ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് ജില്ലയിൽ ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പും ഭരണപക്ഷ MLA-മാരും ബന്ധപ്പെട്ട ആൾക്കാരും അറിയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി വിവിധ സ്കൂളുകളിൽ കയറിയിറങ്ങിയും വിവിധ തലങ്ങളിലുള്ള അപേക്ഷകൾ നൽകിയും ഈ കുട്ടികളും രക്ഷിതാക്കളും വളരെയധികം സങ്കട കടലിലാണുള്ളത്. കോഴിക്കോട് ജില്ലയിലെ +1 സീറ്റ് കിട്ടാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടെന്നിരിക്കെ സീറ്റ് ക്ഷാമം ഇല്ല എന്നുള്ള പതിവ് പല്ലവിയിൽ നിന്നും മാറി കുട്ടികളെ വിഡ്ഢികളാക്കുന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും അധിക ബാച്ചുകൾ നൽകി പരിഹാരം കാണാത്ത പക്ഷം മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സർക്കാരിനെയും പാഠം പഠിപ്പിക്കാൻ സാധാരണ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും SDPI കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് SDPI നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ സംഗമവും RDD ഓഫീസ് പിക്കറ്റിംഗും കളക്ടറേറ്റ് സത്യാഗ്രഹവും നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ പരിഹാരം കാണാത്തിടത്തോളം കാലം വിദ്യാർത്ഥികൾക്കൊപ്പം SDPI നിലകൊള്ളുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ SDPI ജില്ലാ ജനറൽ സെക്രട്ടറി MK റഷീദ് ഉമരി, സെക്രട്ടറിമാരായ K ഷമീർ, റഹ്മത്ത് നെല്ലൂളി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാലൻ നടുവണ്ണൂർ, അബ്ദുൾ ഖയ്യൂം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ CI